എൻ്റെ പേര് സെബിൻ. ഞാൻ പാലാരിവട്ടത്തുള്ള എക്സ്പേർട്സ് ലാബ് ടെക്നോളജീസിൽ ജാവ ഫുൾ സ്റ്റാക്ക് ഡെവലപ്പറിൻ്റെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്തു. അടുത്തതായിട്ട് ഇൻറ്റേൺഷിപ്പ് എന്ന് പറയുന്ന ഫേസിലേക്ക് കടക്കാനായിട്ട് തയ്യാറെടുത്തിരിക്കുകയാണ്. എനിക്ക് എക്സ്പേർട്സ് ലാബിനെ കുറിച്ച് വളരെ നല്ല അഭിപ്രായമാണ്. അവിടുത്തെ സ്റ്റാഫിൻ്റെ പെരുമാറ്റമൊക്കെ വളരെ കോർഡിയലും പ്രൊഫഷണലും ഒക്കെയാണ്. ഞാൻ എക്സ്പേർട്സ് ലാബ് തിരഞ്ഞെടുത്തത് 3 കാരണങ്ങൾ കൊണ്ടാണ്. ആദ്യത്തേത്, ഞാൻ കോഴ്സ് ചെയ്യുന്നതിന് മുമ്പായിട്ട് 2-3 ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലെ സിലബസ് വാങ്ങി കമ്പയർ ചെയ്ത് നോക്കിയായിരുന്നു. അപ്പോൾ കമ്പാരിറ്റീവ്ലി നല്ല സിലബസ് ആയിട്ട് തോന്നിയത് എക്സ്പേർട്സ് ലാബിലാണ്. രണ്ടാമത്തേത്, ഗൂഗിൾ റിവ്യൂസിലൊക്കെ വളരെ നല്ല അഭിപ്രായമാണ് എക്സ്പേർട്സ് ലാബിനെ കുറിച്ചുള്ളത്. മൂന്നാമത്തേത്, എനിക്ക് വരാനുള്ള ലൊക്കേഷനാണ്. എനിക്ക് വന്നു പോകാനുള്ള എളുപ്പമുള്ളതായതുകൊണ്ടാണ് അടുത്തത്. പിന്നെ 3 ട്രെയിനേഴ്സാണ് ഞങ്ങൾക്ക് ബേസിക്കലി ഉണ്ടായിരുന്നത്. റിച്ചി മാം ആയിരുന്നു പ്രൈമറി ട്രെയിനർ. അതുകൂടാതെ ഗിരീഷ് സാറുണ്ട്, അതുകൂടാതെ അൻസിൽ സാറും ഉണ്ട്. റിച്ചി മാമിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ, റിച്ചി മാം നിലവിലുള്ള ടെക്നോളജീസ് പഠിപ്പിക്കുന്നതിന് മുമ്പായിട്ട് ഈ ടെക്നോളജീസ് ഇവോൾവ് ചെയ്ത് വന്ന മുമ്പത്തെ വേർഷൻസ് പറഞ്ഞു തരും. അപ്പോൾ വളരെ ബേസിക്സ് തൊട്ട് പഠിപ്പിക്കുന്നതുകൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ വളരെ എളുപ്പമുണ്ട്. പിന്നെ ഗിരീഷ് സാർ എന്ന് പറയാൻ നമുക്കറിയാം, ഒരുപാട് വർഷങ്ങളുടെ ഹാൻഡ്സ് ഓൺ കോഡിംഗ് എക്സ്പീരിയൻസ് ഉള്ള ആളാണ്. പിന്നെ ജാവയ്ക്ക് പുറത്തുള്ള ട്രെൻഡിങ് ആയിട്ടുള്ള പല ടെക്നോളജീസും ഞങ്ങൾക്ക് പരിചയപ്പെടുത്തി തന്നത് അൻസിൽ സാറാണ്. അപ്പോൾ നിങ്ങൾ ഈ ഒരു കോഴ്സ് ചെയ്യാൻ തയ്യാറെടുക്കുന്നുണ്ടെങ്കിൽ എനിക്കൊരു അഡ്വൈസ് എന്താണെന്ന് വെച്ചാൽ, നമ്മളൊരു സ്കിൽ ഡെവലപ്പ് ചെയ്യാനാണല്ലോ ഈ കോഴ്സ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഭാഗത്തു നിന്നുള്ള എഫേർട്ടും വളരെ പ്രധാനമാണ്. അപ്പോൾ കഴിവതും ക്ലാസ്സസ് മിസ്സാവാതെ നോക്കുക. ഇനി അഥവാ ക്ലാസ് മിസ്സായാൽ തന്നെ ആ മിസ്സായ ക്ലാസ്സിൻ്റെ റെക്കോർഡിംഗ് കേട്ടതിന് ശേഷം മാത്രം അടുത്ത ക്ലാസ് അറ്റൻഡ് ചെയ്യുക. അതുപോലെ പേഴ്സണലായിട്ട് ക്ലാസ് അറ്റൻഡ് ചെയ്തതിന് ശേഷം പേഴ്സണലായിട്ട് കുറച്ച് സമയം റിവൈസ് ചെയ്യാനും ഒക്കെ ആയിട്ട് മാറ്റി വയ്ക്കുക. പിന്നെ ഒരു പേഴ്സണലായിട്ടൊരു നോട്ട് മെയിൻറ്റെയിൻ ചെയ്യണത് നല്ലതാണെന്ന് തോന്നുന്നു കേട്ടോ എനിക്ക്. അപ്പോൾ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.